എന്തോ അറിയില്ല, ഒന്നുമില്ല, എല്ലാം എണ്ണയില് പറഞ്ഞിട്ട് ഒരു ഹിമാലയത്തിന്റെ താഴെ താമസിക്കുന്നതെന്ന് തോന്നുന്നു അവര്. അവരുടെ ഒരു ശരിക്കും അവര് ഇവരെ പറ്റിക്കാണെന്ന് തോന്നുന്നു കേട്ടോ. കാരണം വെച്ചാൽ എല്ലാം എണ്ണയിലങ്ങ് കുറെ സാധനം ഇടുക, പച്ചക്കറി കണ്ടുപിടിക്കാനല്ല കേട്ടോ, കാണുമ്പോ ഒരു നമുക്കൊരു സന്തോഷം. അപ്പൊ ആദ്യം ഞാൻ ഒറ്റയ്ക്ക് കണ്ടു തുടങ്ങിയതാ. ഇപ്പൊ വ്യൂവേഴ്സ് കൂടില്ല, അച്ഛൻ, അമ്മ, ഞാന്, ഞങ്ങളുടെ ഒരു ടൈപ്പ്. അതെ, ഈവനിങ് അതൊരു രാത്രി കുറച്ച് ടൈപ്പിന്റെ അത് ടേസ്റ്റിലേക്ക് വരുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഒന്നും വായി വയ്ക്കാൻ കൊള്ളുന്നില്ല. നിങ്ങളത് സ്ഥിരം കാണരുത്. ഒരു എണ്ണ തിളപ്പിച്ചിട്ടേ എന്ത് കയ്യിൽ കിട്ടിയാലും ഇങ്ങനെ ഇടുന്നൊരു കുക്കിങ്, ഇങ്ങനെ കാട്ട് ഇതാണെന്ന് തോന്നുന്നു. ചേച്ചി അത് കണ്ട് എന്തെങ്കിലും പരീക്ഷിച്ചിട്ടുണ്ടോ? നമുക്ക് പരീക്ഷിക്കാൻ പറ്റില്ല, കാരണം കണ്ടിട്ട് എന്താന്ന് മനസ്സിലായി. നമുക്ക് അറിയുന്നത് പൊട്ടറ്റോ മാത്രമേ ഉള്ളൂ, അത് തന്നെ അവർ കുഴിച്ചെടുത്തോണ്ട് വന്ന് ചെയ്യും. പക്ഷെ ആ ഒരു പാറ്റേൺ നമുക്ക് ഈ ASMR വീഡിയോ പോലെ സൗണ്ടുകളായിരിക്കും അല്ലേ കൂടുതൽ ഇവരിങ്ങനെ ഇടുന്നതും എന്ന് വെച്ചാൽ ഇവർ ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കി തരുമ്പോൾ ഇവർ അന്യോന്ന് വർത്തമാനം പറയണ്ട, ആ സാധനം ഒന്നുമില്ല, മിണ്ടില്ല. പക്ഷെ ഇവരിങ്ങനെ തിന്നാൻ വേണ്ടി ജീവിക്കുന്ന ആൾക്കാരില്ലേ, സാധനം കൊണ്ട് ഉണ്ടാക്കുക, എല്ലാം കാണിക്കുന്നുണ്ട്. ഈ ഭക്ഷണം ഇപ്പൊ വായി വെക്കാൻ കൊള്ളില്ല എന്നുള്ളത് ഇത് കഴിഞ്ഞിട്ട് ഇടി കിട്ടുമായിരിക്കും കേട്ടോ. ഇല്ലില്ല, ഭക്ഷണം എപ്പോഴും നല്ലത്. എനിക്ക് എന്റെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ബ്രേക്ക്ഫാസ്റ്റ് ആണ് എന്റെ പ്ലേറ്റ് മറിച്ചോ. അല്ല, ഞാൻ പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആണ് പ്രധാനം. അത് കറക്റ്റ് ആയാലും എനിക്ക് മൊത്തം കുഴപ്പമാണ്. എന്താ ഏറ്റവും ഇഷ്ടം? അങ്ങനെയല്ല, ചോദിക്കും എന്നോട്. കൂടുതലും അല്ല, ഷാർട്ട് എന്ന് വെച്ചാല് നമുക്കിവിടെ ഇഡ്ഡലിയും ദോശയും കോമൺ ആണ്, പക്ഷെ ഏട്ടന് എന്തെങ്കിലും എക്സ്ട്രാ വേണം. അപ്പോൾ അതുണ്ടെങ്കിലും അതിന്റെ കൂടെ ഈ പുട്ടോ ഇഡ്ഡലിയോ അപ്പമോ അങ്ങനെ എന്തെങ്കിലും ഷാർട്ടിൻ്റെതായ കുറച്ച് സാധനങ്ങളുണ്ട്, നീർദോശയോ അങ്ങനെ എന്തെങ്കിലും. എല്ലാം നന്നായിട്ട് ഉണ്ടാക്കും, സമയമില്ല. രാവിലത്തെ എന്തായാലും ഉണ്ടാക്കി കൊടുക്കാം. രാവിലത്തെ എന്തായാലും ചെയ്യും. ഉച്ചക്കത്തേക്കുള്ളതാണ്, പക്ഷെ ഉച്ചയ്ക്ക് അമ്മയുണ്ടല്ലോ, അപ്പൊ എനിക്ക് നോൺ വെജ് ഒക്കെ അങ്ങനെയൊക്കെയാണെങ്കിൽ കയറേണ്ട ആവശ്യമുള്ളൂ. രാവിലത്തെ പക്ഷെ ബ്രേക്ക്ഫാസ്റ്റിൽ കോംപ്രമൈസ് ഇല്ല. ഞാൻ ഷാവട്ടൻ പോണ സമയത്ത് ഞാൻ ഒന്ന് ചവിട്ടും, ഷാവട്ടനില്ലെങ്കിൽ ഞങ്ങൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒപ്പിക്കും. ഷാജേട്ടൻ എന്തെങ്കിലും കുക്ക് ചെയ്യോ? ചെയ്യുമായിരുന്നു, ഇപ്പൊ അങ്ങനെ ഒരു അവസരം ഇല്ല. ചെയ്യും, നോൺ വെജ് ഒക്കെ നന്നായിട്ട് ചെയ്യും. ഫിഷ് കറിയും ചിക്കൻ കറിയൊക്കെ വെക്കും. അതെ, അങ്ങനെയുള്ള ചില പരീക്ഷണങ്ങൾ കുറെ ആയാലും വെച്ചിട്ട് അതെന്താ അതിനൊരു അവസരം കിട്ടുന്നില്ല. അടുക്കള ഫ്രീ ആവണ്ട. റെഡി 2 ദിവസം ഇന്ന് ഉച്ചയോടുകൂടി ഞങ്ങൾ വെച്ചോളി. ഇവിടുത്തെ വേറൊരു വലിയൊരു കുക്കിന്റെ വീഡിയോ ഇപ്പൊ യൂട്യൂബില് ഇങ്ങനെ കറങ്ങുന്നുണ്ടല്ലോ. ആ കുക്ക് അവസ്ഥ കൊണ്ട് കുക്ക് ചെയ്ത് ജോലി കിട്ടി. അവള് താമസിക്കുന്ന ഒറ്റയ്ക്ക് താമസിക്കുന്നതുകൊണ്ട് അല്ല, PG-യില് അവള് ഒരു PG-യില് താമസിക്കണം. അപ്പൊ അവള് എന്നോട് പറഞ്ഞു, ഞാൻ ഇവിടുന്ന് പോകുമ്പോ ഫുള്ള് സാലഡ്സും അങ്ങനെയൊക്കെ മാത്രമേ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവളുടെ വിചാരം ഈ സാലഡ്സ് വാങ്ങി കഴിക്കാനുള്ള പ്ലാനിലാണ് ഇവിടെ പുറപ്പെട്ടത്. അവിടെ ചെന്നപ്പോ സാലഡിന് നല്ല വില. അങ്ങനെ അവൾ സ്വന്തമായിട്ട് കുക്ക് ചെയ്യാൻ തുടങ്ങി. പയറുകറിയും എന്തൊക്കെയോ വെക്കുന്നുണ്ട്. ഓരോന്നും പറയാം, അച്ഛാ ആപ്പിളിലൊക്കെ എന്താ വില, അതുപോലെ ഈ പറയുന്ന രീതിയിൽ അയ്യോ മറ്റേ ഉരുളക്കിഴങ്ങൊന്നും സഹിക്കാൻ 1 കിലോയ്ക്ക്. ഞാൻ പറഞ്ഞു ഇതൊക്കെ ഇവിടെ നിന്ന് വാരിക്കോരി തിന്നിട്ടും കളഞ്ഞിട്ടും ഒക്കെ ചെയ്യും. ഒരു ദിവസം രാവിലെ അമ്മയ്ക്ക് അറിയോ ഒരു കാര്യം അറിയോ, അമ്മ ഇന്ന് ഫോൺ എടുക്കാത്ത. ഞാൻ പറഞ്ഞു എന്താ കാര്യം? വെളിച്ചെണ്ണയ്ക്ക് എന്താ വില അമ്മ? അത് ശരി, കുട്ടികൾ എപ്പോഴും സ്വന്തമായിട്ട് ചെയ്തു തുടങ്ങുമ്പോഴേ അവർക്ക് അറിയുള്ളൂ. അവര് നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന സമയത്ത് അവർക്ക് എന്താണ് ഇതിന്റെ വാല്യൂ. ഇപ്പൊ അവള് എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞ അവള് ഇവിടുന്ന് അത്യാവശ്യം ഇത് എന്താണ് അവളുടെ ബർത്ത്ഡേക്ക് എന്താ ഗിഫ്റ്റ് വേണ്ടത് ചോദിച്ചപ്പോഴേ 1 ലിറ്റർ വെളിച്ചെണ്ണ കൊടുത്തുവിട്ടാ മതി. അയ്യോടാ, ഇവിടെ വെച്ചിട്ട് ഇതേപോലെ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, ചില സമയത്ത് അവൾക്ക് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ തട്ടിക്കൂടെ പരീക്ഷ അവള് തിന്നേണ്ടി വരും. ഇതുപോലെ അവൾ ഉണ്ടാക്കാറില്ല. എവിടെയാ? ചെന്നൈയില്. ഓക്കെ, അപ്പം അങ്ങനെ കുക്കായി മാറി, ഇപ്പൊ ഒരു സെമി കുക്കായി മാറി. അവൾക്ക് കുഴപ്പമില്ല, അത് പഠിച്ചു തുടങ്ങി. പഠിച്ചപ്പം അവൾക്ക് മറ്റേ നമ്മൾ ആരെങ്കിലും ഉണ്ടാവുമല്ലോ സപ്പോർട്ട് ചെയ്യാൻ. അതെ. ചേച്ചി, ഞാനാണെങ്കിൽ ചേട്ടനെ 2 ആഴ്ച മുമ്പ് ഇന്റർവ്യൂ എടുത്ത സമയത്ത് ഞാൻ ചോദിച്ചിരുന്നു വീട്ടിൽ മൊത്തം പെണ്ണുങ്ങളാവുമ്പോഴത്തേക്ക് എവിടെയെങ്കിലും പോവാനായിട്ട് കുറെ ടൈം എടുക്കും. ചേട്ടൻ പറഞ്ഞു അത് നമ്മള് തലേ ദിവസം റെഡി ആവണം എന്ന്. അങ്ങനെയാ? താമസിക്കോ? തലേദിവസം നമ്മൾ പറയണം, മുൻകൂട്ടി എല്ലാം പറയണം. ഇപ്പൊ ഈ ഇന്റർവ്യൂ അല്ല ഷാർട്ടിന് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടല്ലോ, നിപ്പിൽ മാറ്റി പറയും.
അപ്പം ഞാൻ പറയും ഷാവട്ട എനിക്ക് നേരത്തെ ടൈം പറഞ്ഞു തരണം, കാരണം ഞാൻ ക്ലാസ് എടുക്കുന്നത് കൊണ്ട് എനിക്ക് നമ്മുടെ പുറകിൽ കുറച്ച് പേരുണ്ടല്ലോ, എനിക്ക് അവരോട് ഇന്ന് ക്ലാസ് ഈ സുമേഷ് 6 മാസമായി വിളിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ സുമേഷ് റെഡി ആയിരിക്കാം, പക്ഷെ കാര്യങ്ങൾ ഇത് ചെയ്യാൻ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്ന് പറയുന്നത് വെച്ചാൽ ഈ ക്ലാസ്സിന്റെ സമയങ്ങളൊക്കെ എനിക്കറിയില്ല. ഞാനങ്ങ് കയറി കമ്മിറ്റ് ചെയ്യും. കമ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു എന്ന് പിന്നീടാണ് ഇവള് പറയാ. നമുക്ക് ചില സമയത്ത് നമുക്ക് കമ്മിറ്റ്മെന്റ് തന്നെയാണ്, കാരണം വെച്ചാൽ കോമ്പറ്റീഷൻ ടൈം ആണ്, അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കത് പ്ലാൻ ചെയ്യാണ്ട് പറ്റില്ലേ. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഞാനപ്പോൾ പറയുന്നേ എന്താണെങ്കിലും നേരത്തെ പറഞ്ഞാൽ മതി, നേരത്തെ പറഞ്ഞാൽ നമ്മൾ ചെയ്യും. അങ്ങനെ സ്ത്രീകൾക്ക് ഒരുങ്ങാനുള്ളൊരു അറിയാലോ, നാച്ചുറലായിട്ട്. അപ്പൊ ആ സമയത്ത് അവർക്ക് ദേഷ്യം വരും അല്ലേ, അങ്ങനെയൊക്കെ അല്ലേ. റെഡിയാവുന്ന സമയത്ത് സമയം വേണം, അപ്പൊ നമ്മൾ തിരക്ക് കൂട്ടും. നമുക്കാകെ ഒരു കുളിയും ഒരു ചീപ്പും വേറെ ഒന്നുമില്ല. ഇല്ല ഇല്ല. അപ്പോൾ ഈ ചേച്ചിയുടെ ഈ മൊത്തത്തിലുള്ള അറ്റയർ ഒക്കെ നോക്കുവാണെങ്കിൽ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആ വലിയ മൂക്കുത്തിയും വലിയ കമ്മലും ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ പാലക്കാട് വന്ന് ഇവിടുന്ന് അഡാപ്റ്റ് ചെയ്ത സംഭവങ്ങളാണോ? ഇവിടുന്ന് അഡാപ്റ്റ് ചെയ്താണോ? ആണോ? വലിയ മൂക്കുത്തി ഇപ്പൊ മൂക്കുത്തി ഇപ്പൊ കുറച്ചായിട്ട് മൂക്കുത്തിയുടെ അധികം ആയില്ല. പക്ഷെ പിന്നെ മൂക്കുത്തിയുടെ ആദ്യം കുഞ്ഞു മൂക്കുത്തിയായിരുന്നു, പിന്നെ അത് കുറച്ച് വലുതിട്ടപ്പോൾ വലിയ മുഖത്തിന് വലിയ മൂക്കുത്തിയാണ് നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ മൂക്കുത്തി വലിപ്പം കൊണ്ടുണ്ട്. ഇതിപ്പോ ഒരു 2 ആഴ്ച മുമ്പ് ദുബായിൽ ഗിഫ്റ്റ് ചെയ്തതാ. ഇപ്പൊ 2 ആഴ്ച മുമ്പ് ഉണ്ട്. ഇനിയിപ്പോ ഇതിന് മുകളിൽ ഇഡ്ഡലി തട്ട് മാത്രമേ ഉള്ളൂ. ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് മൂക്കുത്തി? ചേട്ടനല്ല, എനിക്ക്. നിങ്ങൾ എവിടെ പോയാലും മൂക്കുത്തി അതറിയാം. പണ്ടൊക്കെ നമ്മൾ വളയും കമ്മലൊക്കെയാണല്ലോ, ഇപ്പൊ മൂക്കുത്തിയില് വെറൈറ്റികൾ നോക്കാം. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്കും വലിയ റിസ്ക് ഇല്ല, കാരണം വെച്ചാൽ ഒരുപാട് ചെലവില്ല. ഗോൾഡ് മറ്റേ വാളയും മാലയൊക്കെയാണെങ്കിൽ വലിയ സൈസ്. അപ്പോൾ ഓരോ വർഷങ്ങൾ കഴിയുന്തോറും പിറന്നാൾ വരുമ്പോൾ നമ്മൾ ആദ്യകാലങ്ങളിൽ നമ്മൾ ഗോൾഡ് കൊടുത്തു തുടങ്ങിയ എല്ലാ ഭർത്താക്കന്മാരും ശ്രദ്ധിക്കാണ് തുടങ്ങിയ പിന്നെ അത് ഗോൾഡ് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അന്ന് മാലയും വളയൊക്കെ കൊടുത്തു തുടങ്ങിയാൽ കുറെ കഴിയുമ്പോൾ ഇനി എന്ത് വാങ്ങിച്ചു കൊടുത്താലും ഗോൾഡ് പ്രതീക്ഷിക്കും. പിന്നെ അവർക്കത് തന്നെ ഓക്കെ, ഒരു കുഞ്ഞാണെങ്കിലും ഗോൾഡ് ഇപ്പം അതാണല്ലോ അസറ്റ്സ് ഇതാവണം. അപ്പോൾ നമ്മൾ അത് പ്രതീക്ഷിക്കും. അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നോക്കിയ സമയത്ത് എന്ത് ഗിഫ്റ്റ് കൊടുക്കുന്ന വെച്ചാൽ വേറെ ഒന്നും ഇഷ്ടമില്ല, ഡ്രസ്സുകളോ കാര്യങ്ങളൊക്കെ കോമൺ അല്ലേ. അങ്ങനെ ഞാൻ മൂക്കുത്തി ഇപ്പൊ വലിയ പരിക്കില്ലാത്ത അത്രയല്ലേ വെയിറ്റ് ഉണ്ടാവും. മൂക്കുത്തി വലുതാക്കി. അല്ല, അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇവൾക്ക് ഇഷ്ടം വലിയ മൂക്കുത്തിയാണെന്ന് മനസ്സിലായി. പിന്നെ വിചാരിച്ചു ഒരു അതാകുമ്പോൾ വലിയ പരിക്കില്ല, മറ്റേതൊക്കെ 2 വേണ്ടേ ഈ കമ്മല് വളയാണെങ്കിലോ. ഈ മൂക്കുത്തിയാണ് അമ്മ ചോദിച്ചേട്ടാ ഒരെണ്ണം കൂടി വായിച്ചാൽ കാതിലൂടെ ഇടായിരുന്നല്ലോ എന്നൊക്കെ. ചേച്ചി ശരിക്കും അങ്ങനെയാ? ഇപ്പം ചേട്ടൻ പറഞ്ഞില്ലേ ഇതുപോലെ ഗോൾഡ് ആദ്യം വാങ്ങിച്ചു തന്നു കഴിഞ്ഞാൽ പിന്നെ അത് എക്സ്പെക്ട് ചെയ്യുന്നത്, ശരിക്കും അങ്ങനെയാണോ? ഒരു കുഞ്ഞു സാധനം കിട്ടിയാലും ആ ഒരു ഹാപ്പിനെസ് അല്ലേ? എങ്ങനെയാ? ആണ്, അത് സന്തോഷം തന്നെയാണ്. പിന്നെ ഷാർട്ടിന് അറിയാം, എൻ്റെ കുറെ ടേസ്റ്റുകൾ അറിയാം. അങ്ങനെ എന്താ പറയാ, ടേസ്റ്റ് അറിയാത്തതുകൊണ്ടാണ് ഡ്രസ് എടുക്കാത്തത്. ഡ്രസ് എടുത്തു കഴിഞ്ഞാൽ പരാജയപ്പെടും. എപ്പോ എടുത്താലും കംപ്ലൈന്റ് കിട്ടും, പരാജയപ്പെടും. അല്ല, എടുത്താൽ ചിലപ്പോൾ അത് ശരിയാവില്ല വരില്ല. ഒന്നുകിൽ കളറ് അല്ലെങ്കിൽ പുതിയ ട്രെൻഡിങ്. അല്ല, ഷാർട്ട് എങ്ങനെയാ വെച്ചാൽ ഞങ്ങൾ പുറത്ത് പോവാണെങ്കിൽ ഞാൻ എന്തെങ്കിലും നോക്കിയാൽ നീ ഇതെടുത്തോ അങ്ങനെ പറയും, കാരണം ഞാൻ അവിടെ ഉണ്ടല്ലോ. അപ്പോൾ അല്ലാണ്ട് ഷാർട്ട് എടുത്തിട്ട് വരാറ്. ഞാൻ എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ശരിയാവില്ല ഒരിക്കലും. മക്കൾക്കും ഞാൻ എടുത്ത അളവൊന്നും കറക്റ്റ് ആവില്ല, മനസ്സിലായി. കാരണം മക്കൾ ഓരോ ദിവസം വളർന്നുകൊണ്ടിരിക്കണം. അപ്പൊ ഏത് സൈസിൽ എന്താണെന്ന് അല്ല, മക്കളിപ്പോ അച്ഛനും മക്കളൊക്കെ സെയിം ആയിരുന്നു. ടീഷർട്ടും ഷർട്ടും അല്ല. എന്റെ ഒരു ടീഷർട്ടും ഒരു ബർമുടയും ഇവിടെ വീട്ടിലില്ല.